ഹായ് ഫ്രണ്ട്സ്, ലോക്കൽ സെർച്ച് എഞ്ചിൻ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് ജസ്റ്റ് ഡയൽ. ഗൂഗിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ സെർച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡയൽ ഉടൻ തന്നെ ചാടി വീണ് ആ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ കാണിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോക്കൽ സെർച്ച് റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി ഏകദേശം 250ഓളം സിറ്റികൾ കവർ ചെയ്യുന്നു. അതിൽ തന്നെ 11,000-ലധികം പിൻകോഡുകൾ കവർ ചെയ്യുന്ന വലിയൊരു പ്രസൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഡിജിറ്റൽ സ്പേസിൽ ഈ ജസ്റ്റ് ഡയലിനുള്ളത്. ഇവരുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടെക്നോളജി ഡിവിഷൻ ബാംഗ്ലൂരിലും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ജസ്റ്റ് ഡയലിന്റെ ഒരു ബിസിനസ് മോഡൽ നോക്കിയാൽ ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമില് അതാത് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട സെർച്ച് റിലേറ്റഡ് അഡ്വർടൈസ് ചെയ്യുന്നതിന് ഒരു ഫിക്സഡ് ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഇവര് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ പ്രീമിയവും നോൺ പ്രീമിയവുമായിട്ടുള്ള പല പാക്കേജുകളിലൂടെയും കമ്പനികൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒരു ആഡ് ഓൺ സർവീസുകളായിട്ട് ബാനേഴ്സ്, സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റുകള്, JD പേ, JD റേറ്റിംഗ്സ് തുടങ്ങിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സർവീസുകളും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീപെയ്ഡ് മോഡൽ ഇവരുടെ ബിസിനസ്സിനുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് മോഡലില് പലവിധത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും ഇവര് കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അതിലെ പ്രൊമോട്ടേഴ്സിൽ 74.18% ഷെയർ ആണ് നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ടില് രേഖപ്പെടുത്തിയ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊമോട്ടേഴ്സില് ആരാണ് ഈ പ്രൊമോട്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രൊമോട്ടർ എന്ന് പറയുന്നത് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആക്ച്വലി ജസ്റ്റ് ഡയൽ ഒരു റിലയൻസിന്റെ സബ്സിഡിയറി കമ്പനി ആയിരുന്നില്ല. ഈ പ്രൊമോട്ടർ ലിസ്റ്റിൽ നമ്മൾ രണ്ടാമത് കാണുന്ന ഏകദേശം 7% സ്റ്റേക്കുള്ള വെങ്കടാചലം ശാന്തനു സുബ്രഹ്മണി മണി ആണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തത്. 1996 ഈ VSS മണി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം 50,000 രൂപയുടെ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് ജസ്റ്റ് ഡയൽ ഇന്ന് കാണുന്ന രീതിയിൽ അതിനെ ഒരു $multi-million കമ്പനിയായിട്ട് വളർത്തിയെടുത്തത്. 2021 ജൂലൈയില് റിലയൻസ് റീറ്റെയില് ഇവരുടെ 66%-ഓളമുള്ള സ്റ്റേക്ക് ജസ്റ്റ് ഡയലിൽ നിന്നും 3,497 കോടി രൂപ പേ ചെയ്തുകൊണ്ടാണ് സ്വന്തമാക്കിയത്. അപ്പൊ ആ സമയത്ത് VSS മണിയെ അതിന്റെ MDയും CEOയുമായിട്ട് റിലയൻസ് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും റിലയൻസ് ഇങ്ങനെ ഒരു കമ്പനി വാങ്ങിയത് എന്നുള്ളതാണ്. അപ്പൊ ഈ റിലയൻസിന്റെ ഒരു അക്വിസിഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഡീലിലൂടെ 30 മില്യൺ ആക്റ്റീവ് ബിസിനസിന് ഫ്രീ ലിസ്റ്റിംഗ് ആണ് ഈ ഒരു ആപ്പിലൂടെ അവർ നേടിയെടുത്തത്. കൂടാതെ 29 മില്യൺ യൂസേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്പിൽ. അതുപോലെ ജസ്റ്റ് ഡയലിന്റെ ഏകദേശം 129 മില്യൺ ക്വാർട്ടർലി വിസിറ്റേഴ്സ് ഇവരുടെ വെബ്സൈറ്റില് ഇതുമൂലം ഉണ്ടാകും. അപ്പോൾ റിലയൻസിന്റെ ഒരു റീറ്റെയിൽ ബിസിനസിന് നല്ല തോതിൽ സപ്പോർട്ട് ചെയ്യുമെന്നും അതിനെ എൻഹാൻസ് ചെയ്യുമെന്നുമുള്ള ഒരു കൃത്യമായ ഒരു വിഷനോടുകൂടി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനോട് കൂടിയാണ് റിലയൻസ് ഈ ഒരു ജസ്റ്റ് ഡയൽ എന്ന ഈ സെർച്ച് എഞ്ചിനെ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെയാണ് പ്രൊമോട്ടേഴ്സിന് ഏകദേശം 74% ഹോൾഡിംഗ് ഉള്ള ഈ കമ്പനി റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന റിലയൻസിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള റീറ്റെയിൽ സെഗ്മെന്റിലുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഈ ഒരു കമ്പനിക്ക് ഇതിൽ ഇത്രയധികം ഹോൾഡിംഗ് വരാനുള്ള കാരണം. ഇനി നമ്മൾ ഈ കമ്പനിയുടെ ലേറ്റസ്റ്റ് റിസൾട്ട് നോക്കാം. ഇയർ ഓൺ ഇയർ സെയിൽസിൽ കഴിഞ്ഞ ജൂൺ 23 ക്വാർട്ടറിൽ 247 കോടിയുടെ ബിസിനസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ വന്ന റിസൾട്ട് 281 ആണ്. അപ്പോൾ ഏകദേശം 13.6% ഒരു വർധനവ് ഇയർ ഓൺ ഇയർ സെയിൽസിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൂടാതെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ജൂൺ ക്വാർട്ടറിൽ 83 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഈ ജൂൺ 24 ഈ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ 141 കോടിയായിട്ട് അത് വർദ്ധിച്ചതായിട്ട് കാണാം. അതായത് 69.3% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ കാണുന്നത്. കൂടാതെ ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് റിലയൻസ് ഇതിനെ മാറ്റിമറിച്ചത് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ ജൂൺ 2022 വരെയുള്ള അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുക. അത് -10%, പിന്നെ ഒരു +10%, പിന്നെ ഒരു 3% ഡൗൺ, പിന്നെ ഒരു -4% ലോസ്. ഈ രീതിയിൽ തികച്ചും ഒരു കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു 2022 വരെ ഈ സ്റ്റോക്കിന്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ കാണുന്നത്. എന്നാൽ ജൂൺ 22 ക്വാർട്ടറിൽ നിങ്ങൾ നോക്കുക, അത് 5% എന്നുള്ള ഒരു ഫിഗറാണ് കാണുക. പിന്നീട് സെപ്റ്റംബർ ക്വാർട്ടറിൽ, അതേ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 8%, അതിങ്ങനെ 12%, 14%, 15% ഇങ്ങനെ വളർന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 29% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്.
അപ്പൊ ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോഫിറ്റ് മാർജിൻ ഇത്രയധികം ഉയരാനുള്ള കാരണം ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വർദ്ധിച്ചതാണ്. ഇവിടെയാണ് റിലയൻസ് ഏറ്റെടുത്തതിന് ശേഷം ഈ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം. ഇതുകൂടെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറും ഈ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3.81% വർധനവ് കാണാം. പ്രോഫിറ്റിലും ഇതേപോലെ 22.1% വർധനവും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊരു വലിയ ജമ്പാണ് പ്രോഫിറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ റിലയൻസിന്റെ ആ ഒരു മൊത്തം ബിസിനസ് ഇക്കോസിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ കമ്പനിയുടെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് എത്രമാത്രം റിട്ടേൺ നൽകിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം 56% ഒരു റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. എന്നാൽ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത് റിസൾട്ടിനോടനുബന്ധിച്ച് ഈ വാനോളം ഉയർന്ന ഇതിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റിമെന്റ്സ് 20% ഒരു ജമ്പാണ് ഇന്ന് സ്റ്റോക്കിൽ നൽകിയിട്ടുള്ളത്. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലൂടെ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഓൾ ടൈം ഹൈയെ ഇത് വമ്പിച്ചൊരു വോള്യത്തിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. വലിയൊരു കാൻഡിൽ ഇവിടെ ഫോം ചെയ്തായിട്ട് കാണാം. അപ്പൊ ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം ഈ ഒരു ഗ്യാപ്പ് അപ്പിലൂടെ ഓപ്പൺ ചെയ്തതായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിയ തോതിലുള്ള കറക്ഷൻസും പ്രോഫിറ്റ് ബുക്കിംഗും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പൊ 1150 1155 ലെവലിലേക്ക് ഇതൊരു പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു റീടെസ്റ്റിലൂടെ ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തിയേക്കാം. ആ ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് എന്ന് പറയാനുള്ള ഒരു കാരണം ഇതിന്റെ ഒരു വാല്യുവേഷൻ നോക്കുക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. സ്റ്റോക്കിന്റെ PE റേഷ്യോ 29.8 ഇൻഡസ്ട്രി PE 51.3 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PE ഇതിന്റെ നേരെ ഡബിൾ ആണെന്ന് കാണാം. അപ്പൊ അത്രക്കും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് അവരുടെ പിയർ കമ്പാരിസൺ ആയിട്ട് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പൊ സൊമാറ്റോ പോലെയുള്ള ടെക്നോളജി കമ്പനികൾ അതുപോലെ ഇൻഫോഎഡ്ജ് പോലെയുള്ള കമ്പനികൾക്ക് ഹൈ PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ PE വളരെ ലോ ആണ്. അതുപോലെ 3 ഇയേഴ്സിന്റെ ഇതിന്റെ മീഡിയൻ PE നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 49.6 ആയിരുന്നു. അപ്പൊ അതിൽ താഴെയാണ് ഇപ്പോൾ PE റേഷ്യോ ഉള്ളത്. കൂടാതെ പ്രൈസ് ടു ബുക്ക് വാല്യൂ അത് 3-ൽ താഴെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സ്റ്റോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഇതിന്റെ ROCയും ROEയുമാണ്. ROC ഈ 4.81ഉം ROE 3.63യുമാണെന്ന് കാണാം. ഈ ഒരു ROCയും ROEയും മെച്ചപ്പെടേണ്ടതുണ്ട്. അത് മെച്ചപ്പെടണമെങ്കിൽ ഈ ഏർണിംഗ് പെർ ഷെയർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഏർണിംഗ് പെർ ഷെയറിന്റെ ആ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ 4 ക്വാർട്ടറിൽ ഏർണിംഗ് പെർ ഷെയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.44, 10.82, 13.60, ഏറ്റവും ഒടുവിൽ 16.61 എന്നും കാണാൻ കഴിയും. അതില് സ്റ്റഡി ഗ്രോത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ തീർച്ചയായും ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി ROEയും ROCയും ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ പ്ലഡ്ജ്ഡ് പെർസെന്റേജ് ആണ്. അത് 13.9%ന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലഡ്ജ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ നമുക്ക് കാണേണ്ടത് ഇതിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.02 മാത്രമാണ്. അപ്പോൾ ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. നേരിയൊരു കടമുണ്ടായേക്കാം. അത് ഇതിന്റെ മുമ്പത്തെ പ്രൊമോട്ടർ അതായത് VVS മണി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്ലഡ്ജ് പെർസെന്റേജ് ആവാനാണ് സാധ്യത. ഇപ്പൊ റിലയൻസ് ഈ സ്റ്റോക്കിൽ വലിയൊരു സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലഡ്ജ് പെർസെന്റേജ് വലിയൊരു ഇഷ്യൂ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ ഇൻവെസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.